മക്കളെയും കുട്ടിയും പെട്ടിയും ഒക്കെ പെറുക്കിക്കൊണ്ട് ഓടേണ്ടി വന്നു. ഓടി ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ജീവൻ ഒന്ന് ദീർഘനിശ്വാസം വിടണം, 2 കാലിൽ നിൽക്കണം. അത് കഴിഞ്ഞാലോ പിന്നീട് ക്രമേണ ആവശ്യങ്ങൾ വരുമെന്നേ. പള്ളികളായി, സ്കൂളുകളായി, മദ്രസകളായി, ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി. പിന്നീട് ഇവർക്ക് ഹിജാബ് വേണം, പബ്ലിക്കിൽ മുസല്ലയിട്ട് നമസ്കരിക്കണം. പിന്നീട് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്ത ആളുകളെ കാണുമ്പോൾ ഒരു സ്വാഭാവികമായ ചൊറിച്ചില് വേറെ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കണം, ഞങ്ങൾക്ക് നബിദിനത്തിന് റാലികൾ വേണം, ഞങ്ങൾക്ക് ചന്ദനക്കുടങ്ങളും ഉറൂസും വേണം, ഞങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളുള്ളവരാണ്, ഞങ്ങൾക്ക് പിന്നെ ഹലാല് വേണം, ഹിജാബ് വേണം, അപ്പിക്കുപ്പായം വേണം. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നീട് കാഫിറുകളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ചങ്ങാത്തമോ സൗഹൃദമോ ഒന്നും പറ്റില്ല, ഞങ്ങൾക്ക് മൊത്തത്തിൽ ശരീഅത്ത് നിയമം വേണമെന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിക്കും. മനസ്സിലായ? അവരൊക്കെ ഏതാണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നിട്ട് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ, അവരെ ജിഹാദികൾ എന്നല്ലാതെ എന്ത് വിളിക്കണം? ഇന്ത്യയിൽ നിന്നിട്ട് ചൈനയ്ക്ക് വേണ്ടി പോരാടുന്ന കമ്മികൾ, ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഇപ്പോ മതം ഒരു തരം മാനസികമാണ്. അത് നമ്മുടെ സ്വകാര്യതയാകുമ്പോൾ ഒരു പക്ഷേ അത് ആരാധനയാണ്. എൻ്റെ മതവിശ്വാസം ഒരു രൂപത്തിലും മറ്റൊരു വ്യക്തിക്ക് ഒരു കാര്യത്തിനും വിഘാതമുണ്ടാക്കരുത്, അവരുടെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്നതായിരിക്കരുത്. ഇത് കുറച്ച് രൂക്ഷമായി കഴിഞ്ഞാൽ ഇതൊരു മാനസിക രോഗമാണ്. ഇപ്പം ഇസ്ലാമിനെ മാനസിക രോഗമായിട്ടാണ് ചൈന പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരെങ്കിലും എഴുതിയോ പ്രസംഗിച്ചോ വിമർശിച്ചോ നിങ്ങൾ കണ്ടോ? നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സംസ്കാരത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ മതത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഇസ്ലാം തലയ്ക്ക് പിടിച്ചിട്ട് ഇവര് ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളിലും കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തുമായി ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ ചവിട്ടിപ്പുറത്താക്കി, ഫ്രാൻസിലെത്തിയപ്പോൾ അവിടെയും ചവിട്ടിപ്പുറത്താക്കി, ബ്രിട്ടനിലാണെങ്കിൽ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോ രാജ്യങ്ങളും ഇവരുടെ ശരിയായ രീതി എന്താണ് എന്ന് മനസ്സിലാക്കി ഇവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുക, വെറുത്തുകൊണ്ടിരിക്കുക. ഇവര് കാണിക്കുന്നതൊക്കെ ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നില്ലേ കാഫിറുകളോട്? ഇതൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹു വലിയവൻ എന്ന മുദ്രാവാക്യമാണ് ഇവർ മുഴക്കുന്നത്, അള്ളാഹു അക്ബർ. ഹമാസ് ഭീകരർ ഇസ്രായേലിലെ ജൂത സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ചെയ്തത് നമ്മൾ കണ്ടില്ലേ? അതൊക്കെ എന്ത് ബംഗ്ലാദേശികള് ഈ ഹിന്ദു സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും പുരുഷന്മാരോടും ചെയ്യുന്നതൊക്കെ വെച്ച് കണ്ടാൽ ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ട് താഴെ ഇട്ടിട്ട് അവന്റെ നിക്കർ ഊരി അതിനകത്തുനിന്ന് സുന പുറത്തെടുത്തിട്ട് ഒരു വടിയിട്ട് കുത്തി കാണിക്കുക, അവൻ കാഫിറാണ്, ഇവൻ സുന്നത്ത് ചെയ്തിട്ടില്ല, അയാൾ മരിച്ചു. എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ? ഇത്തരം മതഭ്രാന്തും ക്രൂരതകളും 3 വയസ്സ് മുതൽ ഇവര് പഠിക്കുന്നതാ. ഇത് പഠിച്ച ശേഷമാണ് ചൈന മനസ്സിലാക്കിയത് ഈ ഇസ്ലാം ഒരു മാനസിക രോഗമാണ്. അവരുടെ ഓരോ സിരകളിലൂടെയും ഓടുന്നത് ഈ തീവ്രവാദമാണ്. എൻ്റെ മതം, എൻ്റെ സംസ്കാരം, എൻ്റെ ആശയം, എൻ്റെ നിലപാട് മാത്രം ശരി, അതൊന്ന്. രണ്ടാമത് എൻ്റെ ആശയം മാത്രം മതി ഇവിടെ. ഇപ്പോ ഒരു അബു നജം എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ ബംഗ്ലാദേശിൽ ഇരുന്നിട്ട് പ്രഖ്യാപിക്കുവാണ്,
അവരോടൊന്നുകിൽ മതം മാറാൻ പറയൂ, അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ പറയൂ. 2 ഓപ്ഷൻ. കാശ്മീരിൽ 3 ഉണ്ടായിരുന്നു. ഒന്ന് നാട് വിട്ടോ, ഇവിടെ അത് ലോപിച്ചു. ഇനി 1 മാറും. കൊല്ലപ്പെട്ടോ. ഇവിടെ 2 ഉണ്ടല്ലോ. ഒന്നുകിൽ മതം മാറിക്കോ, അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടോ. എന്നിട്ട് എല്ലാ ഹിന്ദുക്കളെയും കൊല്ലണം. ഇനി ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവും വേണ്ടാന്ന് മതപണ്ഡിതൻ. ബംഗ്ലാദേശിൽ ഇനി വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ആരാധനാലയങ്ങളും വേണ്ട, തച്ച് തകർത്തോ. ആഹ്വാനമാണ്. ഈ മുഴുഭ്രാന്തൻ എഴുന്നേറ്റ് നിന്നൊരു മതവിധി പുറപ്പെടുവിച്ചാൽ മറ്റെല്ലാ ഭ്രാന്തന്മാരും അതങ്ങ് ചെയ്യും. ഇത് A to Z പഠിച്ചിട്ടാണ് ചൈന പറഞ്ഞത്, ഇവരുടെ ഊണിലും ഉറക്കിലും മതമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മാനസിക രോഗികളാണ്. ഇവരെ സൂക്ഷിക്കണം, അകറ്റി നിർത്തണം. ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാളോട് നമ്മൾ ഇടപെടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ഇടപെടും. കാരണം ശരീരം കേടുവരും. ഒരു വയലന്റ് ആയാൽ. അങ്ങനെയാണ് ഈ രൂപത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചൈന എത്തുന്നത്. അങ്ങനെ ആ തീരുമാനം ഡിക്ലെയർ ചെയ്യുന്നത്. തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന്റെ ഭാഗമായി ചൈന ആദ്യം ചെയ്തത് മുസ്ലിം പള്ളികൾ അടച്ചു പൂട്ടിയതും തുറന്നിട്ടതും അടിച്ച് തകർത്തു. മദ്രസ തലങ്ങൾ മുതലാണ് ഇവര് തീവ്രവാദം പഠിക്കുന്നത്. ഈ വിഷം തലയ്ക്ക് പിടിച്ച് ഈ പ്രായം മുതൽ ഇവരുടെ ബ്രെയിൻ ഈ രൂപത്തിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ തീവ്രവാദികൾ നമ്മുടെ നാടിനാപത്താണ് എന്ന് ചൈന മനസ്സിലാക്കി. ഈ തിരിച്ചറിവാണ് അവർ മദ്രസകളും പള്ളികളും അടച്ചു പൂട്ടാനുള്ള തീരുമാനത്തിലെത്താൻ കാരണം. പള്ളിയിലെ താഴികക്കുടങ്ങളും മിനാരങ്ങളും വെള്ളിയാഴ്ച ദിവസത്തെ പള്ളി മിമ്പറുകളും ഇസ്ലാമിക വാസ്തുവിദ്യാ സവിശേഷതകളും ഒക്കെയുള്ള പള്ളികളിൽ അധികാരികളെ ചെവിക്ക് പിടിച്ചെടുത്ത് പുറത്തിട്ടു. ഇവിടെ ഇസ്ലാമിക രാജ്യമല്ല ഇത്. അതുകൊണ്ട് ചൈനയിൽ വന്ന നിങ്ങൾ ചൈനയിലെ സംസ്കാരവുമായി യോജിച്ചു പോകുക. ഒരുത്തനെ കുറച്ച് നേരമായിട്ട് വന്നിട്ട് വല്ലാതെ ചൊറിയുന്നുണ്ട്. ഇന്ന് ഒരുപാട് അപ്പിക്കുപ്പായക്കാരികൾ വന്നിട്ടുണ്ട്. കൃഷി ചെയ്യാൻ മുട്ടിയിട്ടായിരിക്കും, സാരമില്ല. ഹക്കീം ചൈനയെ കുറിച്ചിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്നതാ. ശരി, ഇത്തരക്കാരെ പ്രതിരോധിക്കാൻ നിങ്ങൾ തന്നെ തയ്യാറാണെങ്കിൽ ഞാൻ പിന്നെ ഈ ബലാക്കൾക്ക് മറുപടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ നമ്മുടെ നാട്ടില് 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ മദ്രസ പ്രോഡക്റ്റ് ആണ്. അവൻ അത് പഠിച്ചിട്ടാണ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാനും ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാനും മുദ്രാവാക്യം വിളിച്ചത്. മനസ്സിലായോ? അവൻ മദ്രസ പ്രോഡക്റ്റ് ആണ്. വേറെ ഒരു മദ്രസ പ്രോഡക്റ്റ് പാകിസ്ഥാനിൽ വന്നിട്ട് ഒരു ജേർണലിസ്റ്റിന് നിനക്ക് നാണമില്ലടി ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞ് അവന്റെ തോളിൽ കിടന്ന ഷാൾ എടുത്ത പെണ്ണിന്റെ തോളിൽ തലയിലിട്ട് കൊടുത്തപ്പം അവൾ നല്ല വൃത്തിയായിട്ട് കൊടുത്തു. എടാ, ഞാനൊരു സ്ത്രീയല്ലേ, എല്ലാവർക്കും സ്വർഗം വാങ്ങിക്കൊടുക്കാൻ നീ ആരാടാ? എന്റെ മതം അനുസരിച്ചിട്ട്, എന്റെ വിശ്വാസം അനുസരിച്ചിട്ട് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. എന്റെ ദേഹത്ത് തൊടാൻ നീ ആരാണ്? നീ ഇപ്പൊ ചെയ്തതേ ഒരു സോഷ്യൽ ഹറാസ്മെന്റ് മാത്രമല്ല, ഒരു സ്ത്രീയെ ബാഡായിട്ട് ടച്ച് ചെയ്തോ നീ. നിനക്കെതിരെ എനിക്കിപ്പോ കേസ് എടുക്കാൻ പറ്റുമോ അറിയാമോ? നീ എവിടെ നിന്നാണ് ആ സംസ്കാരം പഠിച്ചെന്ന് ചോദിച്ചു.
ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അവള് പറഞ്ഞു, ഇവള് മദ്രസ പ്രോഡക്റ്റ് ആണ്, എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കാൻ പറഞ്ഞു. മദ്രസയിൽ നിന്നും ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്നവരുടെ കൾച്ചർ എന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. നമ്മള് പാലാ ബിഷപ്പിന്റെ വിഷയം ഈ കേരളക്കര കണ്ടില്ലേ? എന്താ മനുഷ്യൻ പറഞ്ഞ തെറ്റ്? ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത്. വലിയ അപരാധമല്ലേ പറഞ്ഞത്? സഹിക്കാൻ പറ്റുന്ന അപരാധമല്ല. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു പോയി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവനവന്റെ മക്കളെ, ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഹൈന്ദവ പുരോഹിതന്മാരും അവനവന്റെ സാമുദായിക സംസ്കരണത്തിനു വേണ്ടി പെൺകുട്ടികളും രക്ഷിതാക്കളും എങ്ങനെയാണ് ഇവരെ കരുതിയിരിക്കേണ്ടത് എന്നിന്ന് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവനവന്റെ മക്കളുടെ കൂട്ടുകാരാരാണ്, അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ സ്വഭാവ രീതികൾ മാറുന്നുണ്ടോ, ഈ മാനസിക രോഗം എന്ന് പറഞ്ഞ ഈ മതത്തിലേക്ക് എങ്ങാനും ഇവര് ചായുന്നുണ്ടോ, ഭയപ്പാടോടുകൂടി നോക്കുന്നു, കുട്ടികളെ ഉപദേശിക്കുന്നു. ഭർത്താവ് മരണപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മുസ്ലിം സ്ത്രീക്ക് 2 ആൺമക്കൾ, ഒരു മോളുമുണ്ട്. മോളെ ഒരു മുസ്ലിമിന് വിവാഹം ചെയ്തു കൊടുത്തു. മകളുടെ 2ാമത്തെ കുട്ടി ഒരു രോഗബാധിതനായി, ഒരാശുപത്രി വാർഡിലാണ്. ഒരു അനുഭവസ്ഥ പറയുന്നതാണ്. നന്നായിട്ട് സംസാരിക്കുന്ന ഒരു താത്ത, വീട്ടുവിശേഷങ്ങളൊക്കെ തുറന്നു പറയുന്നു. ഒരു നിഷ്കളങ്കയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു. 2ാമത്തെ ആൺകുട്ടി ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ പ്രേമിച്ച് വിവാഹം കഴിച്ചു. 3ാമത്തെ ആൺകുട്ടി കോളേജിൽ പഠിക്കുന്ന നല്ല സാമ്പത്തികമുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഈ സ്ത്രീക്ക് പള്ളിയില് ഉസ്താദിന്റെ വഴിയിൽ എങ്ങനെ അന്യമതസ്ഥരെ എത്തിക്കാം എന്ന് നല്ല രൂപത്തിൽ കോച്ചിങ് കിട്ടിയിട്ടുണ്ട്. ഒരാൾ പറയാം, അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. കാരണം കോച്ചിങ് കിട്ടിയ ആളും സാധാരണ ഒരു കാഷ്വൽ ടോക്ക് വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ഈ സ്ത്രീ പൊട്ടൊന്നും വെക്കുന്ന സ്ത്രീ അല്ല, ഹിന്ദു സ്ത്രീ. അവരെ എന്ത് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇൻഷാല്ലാ ഇൻഷാല്ലാ എന്ന് പറയും. അവരുടെ മോളെ അവരൊരു മുസ്ലിമിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഒരു ഹിന്ദു പെൺകുട്ടിയെ കുടുംബത്തിൽ കൊണ്ടുവന്നു, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൊണ്ടുവന്നു. അതുവഴി കൊണ്ടുവന്നത് നമ്മുടെ മതം കൂടിയാണ്. മനസ്സിലായ? വീട്ടുകാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഒരു ഹിന്ദുവിനോട് ഒരു ക്രിസ്ത്യാനികളും ഇവര് ചോദിക്കും, നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടില്ലേ? ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ഞങ്ങൾക്ക് പള്ളി കമ്മിറ്റിയിൽ നിന്ന് സഹായമൊക്കെ കിട്ടുമല്ലോ. മോനെ കെട്ടിച്ചൊക്കെ കിട്ടി. മോന് വേറെ പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നപ്പോഴൊക്കെ കിട്ടിയല്ലോ. മൂത്ത ആളുടെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചു, ഇൻഷാല്ലാ. ഇളയവൻ്റെ പ്രേമം ഞാനങ്ങ് അംഗീകരിച്ചു കൊടുത്തു. അവനും ആ പെണ്ണിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു, ഇൻഷാല്ലാ മാഷാല്ലാ. അങ്ങനെ പെൺകുട്ടി അവരുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തു. അങ്ങനെ വീട്ടുകാരും ഇസ്ലാമിലേക്ക് വന്നു. പയ്യന് വിദ്യാഭ്യാസമില്ല, പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. മോള് ബസ്സിൽ വെച്ചിട്ടാണ് ഈ പയ്യനെ പരിചയപ്പെടുന്നത്. ബസ്സിലെ കണ്ടക്ടറാണ് ഈ പയ്യൻ. കോച്ചിങ് ആണ്. മനസ്സിലായോ? ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ് അമുസ്ലിം പെൺകുട്ടികളെ വീഴ്ത്തേണ്ടത് എന്നൊരു ഉസ്താദ് നല്ല വെട്ടിപ്പായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് വശീകരിക്കേണ്ടത്, അതിൻ്റെ ചില ടിപ്സുകൾ, ടെക്നിക്കുകൾ ഉസ്താദുമാർ നന്നായിട്ട് വശത്താക്കി വെച്ചിട്ടുണ്ട്. ഒരു അന്യമതത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. മനസ്സിലായോ? നമ്മുടെ മതം നമുക്ക് വളർത്തണ്ടേ? ലോകം മുഴുവനും അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയല്ലേ? അപ്പോ അന്യമതത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് നമുക്കവരെ ക്രമേണ പൊട്ടിത്തെറിപ്പിക്കാം. നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പൊട്ടിത്തെറിച്ചാ പോരെ? ഇല്ല, എന്ന പ്രതിഫലം കിട്ടില്ല. പ്രതിഫലം കിട്ടണമെങ്കിൽ മറ്റേ മതങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് ഇരുമ്പ് നിക്കറിട്ടിട്ട് അഫ്ഗാനിലോ പാകിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ പോയിട്ട് പൊട്ടിത്തെറിക്കണം. അതാണ് അല്ലാഹുവിന് ഇഷ്ടം. 2006, 2009
കാലഘട്ടത്തിലെ ലവ് ജിഹാദിന്റെ പുറത്തു വന്ന കണക്ക്, കത്തോലിക്ക പെൺകുട്ടികളുടെ ജില്ല തിരിച്ചിട്ടുള്ള കണക്ക് അവരുടെ സഭ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ലവ് ജിഹാദിൽപ്പെട്ടത് 216 കുട്ടികൾ. രജിസ്റ്റർ ചെയ്ത കേസ് എത്രയാണെന്നറിയാമോ? 26 വീണ്ടും ലോപിച്ചു. അതിനകത്ത് രക്ഷപ്പെട്ട പെൺകുട്ടികൾ 6 പേര്. അപ്പോ 210 പെൺകുട്ടികളെ അവർ കൊണ്ടുപോയത് വഴി 210 കുടുംബങ്ങളിലേക്ക് അവർ ഇസ്ലാമിനെ എത്തിച്ചു. കൊല്ലത്ത് ലവ് ജിഹാദിൽ 98 കുട്ടികൾ പെട്ടു. 34 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 7 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. അതിന്റെ അർത്ഥം 91 കുട്ടികൾ പെട്ടുപോയി. 91 കുടുംബങ്ങളിലേക്ക് ഈ ഭീകരവാദം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആലപ്പുഴയിലെ 78 പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ടു. 22 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5 കുട്ടികൾ രക്ഷപ്പെട്ടു. 73 കുട്ടികൾ പെട്ടു. പത്തനംതിട്ടയിലെ ലവ് ജിഹാദിലകപ്പെട്ട പെൺകുട്ടികൾ 87, രജിസ്റ്റർ ചെയ്ത കേസ് 36, രക്ഷപ്പെട്ടത് 11 പെൺകുട്ടികൾ. കോട്ടയത്ത് 176 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ ഇരകളായത്. രജിസ്റ്റർ ചെയ്ത കേസുകൾ 46 രക്ഷപ്പെട്ട പെൺകുട്ടികൾ 13 പേരും. ഇടുക്കിയില് ലവ് ജിഹാദിലകപ്പെട്ട പെൺകുട്ടികൾ 156, രജിസ്റ്റർ ചെയ്ത കേസുകളോ 18, രക്ഷപ്പെട്ടത് 9 കുട്ടികൾ മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിന്റെ ഭീകരത വളരെ വലുതാണ്. KCBC തയ്യാറാക്കിയ ഒരു ലേഖനമാണിത്. ഇത് നമുക്കിതിനകത്ത് പഠിക്കാൻ ഒരുപാട് വസ്തുതകളുണ്ട്. അങ്ങനെ ഓരോ ജില്ല തിരിച്ചും ഇവരുടെ കയ്യില് അതിന്റെ കണക്കുകളുണ്ട്. അപ്പോ ഇനി ഇതിനകത്ത് അകപ്പെട്ട് കേസുകളും വഴക്കുകളും വക്കാണങ്ങളും കുട്ടികളുടെ കൗൺസിലിങ്ങും ഇതുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കുട്ടികളെ കൺവിൻസ് ചെയ്യുക, കുട്ടികൾക്ക് ശക്തമായ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. എറണാകുളത്ത് ബഹുക്ഷേമമാണ് കേട്ടോ. ലവ് ജിഹാദിൽപ്പെട്ടത് 228 പെൺകുട്ടികളാണ്. രജിസ്റ്റർ ചെയ്ത എത്രയാണെന്ന് അറിയാമോ? 52 കേസുകൾ. അതിൽ 26 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. തൃശ്ശൂരിലെ ലവ് ജിഹാദിൽപ്പെട്ടത് 102 പെൺകുട്ടികൾ. 41 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 19 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. മലപ്പുറത്താണ് വളരെ രസകരം. 412 പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ടു. മലപ്പുറത്ത് എവിടെയാണ് ക്രിസ്ത്യാനികൾ, എവിടെയാണ് ഹിന്ദുക്കൾ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ. 88 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 31 പേര് രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ വലയ്ക്കകത്ത് പോയി പെടുന്നത്, പെടാൻ വേണ്ടിയിട്ടല്ലേ. പാലക്കാട് 111 കുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ടു. 19 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 9 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. കോഴിക്കോട് 364 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ ഇരകളായത്. 92 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രക്ഷപ്പെട്ട പെൺകുട്ടികൾ 29. ഈ ജില്ലകളിലൊക്കെ ഇരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ആലോചിച്ചാൽ മതി. ആ പോലീസ് ഒഫീഷ്യൽസ് എന്തായിരിക്കും ഈ മാതാപിതാക്കളോട് കൺവിൻസ് ചെയ്യുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത്. കണ്ണൂരിലെ 312 പെൺകുട്ടികൾ ലവ് ജിഹാദിന്റെ ഇരകളായി. 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 27 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. കാസർഗോഡ് 586 വലിയ തോതിലാ. 123 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 68 പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റി. ഇത് BJPയുടെയോ RSSന്റെയോ കണക്കുകളല്ല. 2009 KCBC ജാഗ്രതാ കമ്മീഷൻ ഓരോ രൂപതയിലെയും ഓരോ ഇടവകയിലും കൃത്യമായ രൂപത്തിൽ സെൻസസ് നടത്തി പരിശോധിച്ച് തയ്യാറാക്കിയ എന്നിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ലിസ്റ്റാണിത്. അന്ന് ജാഗ്രതാ കമ്മീഷന്റെ വൈസ് ചെയർമാനില്
മോറാൻ മോർ ബസേലിയോസ് ക്ലിമീസ് ബാവയും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ പിതാവിന് കൃത്യമായിട്ട് ലവ് ജിഹാദിനെ സംബന്ധിച്ച് തന്റെ കുട്ടികൾക്ക് കുർബാനയ്ക്ക് വന്ന തന്റെ സമുദായത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി അത് പറയേണ്ടി വന്നത്. ഇതിവരെ ലഘുലേഖകളാക്കി ക്രിസ്ത്യൻ വീടുകളിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇവരുടെ തന്നെ നാട്ടിലെ ചില ജിഹാദികൾ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ കത്തോലിക്ക നേതൃത്വത്തെ സമീപിക്കുന്നു. ഈ ലേഖനം നിങ്ങൾ പിൻവലിക്കണമെന്ന് പറയുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക സമ്മർദ്ദങ്ങളൊക്കെ ഇവരെടുത്ത് വിനിയോഗിച്ചു. അതിന്റെ ഫലമായി ഇതിന്റെ ലേഖകള് വിതരണം ചെയ്യുന്നത് തൽക്കാലം സഭയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നു, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട്. തന്നെയുമല്ല, ഈ ലേഖനം ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു. ഇതിന്റെ നേതൃത്വം വഹിച്ച വൈദികരെയും ബിഷപ്പുമാരെയും മുഴുവനും ഒതുക്കാൻ ഇവരുടെ ഇടയിൽ വലിയ ഒരു ഹിഡൻ അജണ്ട രൂപപ്പെട്ടു. ഇവരൊരാളെ ടാർഗറ്റ് ചെയ്തു പോയാൽ അങ്ങനെയാണ്, ഏതൊക്കെ രൂപത്തിൽ ഒതുക്കാമോ ആ രൂപത്തിലൊക്കെ ഒതുക്കും. സഭയ്ക്കുള്ളിൽ തന്നെ ഒരു ഇസ്ലാമിക ലോബി അത് വർക്കൗട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അതുകൊണ്ട് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഒരു കാര്യങ്ങൾക്ക് പിന്തുടർച്ചയുണ്ടായില്ല. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന് നേതൃത്വം നൽകിയ വൈദികനെ ആ കാലഘട്ടത്തിൽ തന്നെ അവിടെ നിന്നും റോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മഹത്തായ കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു പക്ഷേ അന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഓവർകം ചെയ്ത് ഈ ലഘുലേഖ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തി കേരളത്തെ ബോധവൽക്കരണം നടത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അനേകം കുടുംബങ്ങൾ ഇന്ന് കണ്ണീര് കുടിക്കുമായിരുന്നില്ല. മക്കളെ നഷ്ടപ്പെട്ട വ്യഥയിൽ കണ്ണീരും കയ്യുമായി ജീവിക്കേണ്ടി വരില്ലായിരുന്നു. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നു മാത്രം ലവ് ജിഹാദിനിരയായ പെൺകുട്ടികളുടെ കണക്കുകളാണ്. മറ്റ് സഭകളിൽ നിന്ന്, മറ്റു മതത്തിൽ നിന്ന് ലവ് ജിഹാദിനിരയായ പെൺകുട്ടികളുടെ ലിസ്റ്റ് കൂടി എടുത്തു കഴിയുമ്പോൾ ഈ ലിസ്റ്റ് എത്രത്തോളം നീളുമെന്ന് ആലോചിച്ചാൽ മതി. ഹിന്ദു പെൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ലവ് ജിഹാദ് ഇതുപോലെ ആരെങ്കിലും സെൻസസ് എടുക്കുവോ? 2006-നും 2009-നും 3 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ കത്തോലിക്ക പെൺകുട്ടികൾ എത്ര പേരാണ് ഈ മുറിയന്മാരുടെ വലയിൽ വീണുപോയത്? അത് അവന്മാരുടെ മിടുക്ക് മാത്രമല്ല കേട്ടോ, ഈ പെൺകുട്ടികളുടെ കഴിവുകേടാണ്. ഞാനതേ പറയും. ഈ കണക്ക് മുഴുവനും നമ്മൾ അറിയുമ്പോഴേ ഈ ചൈന പറഞ്ഞ, ഓസ്ട്രേലിയ പറഞ്ഞ, ഈ മതം ഇസ്ലാം എന്നത് ഒരു മാനസിക രോഗമാണെന്ന് പറഞ്ഞ ആ ഒരു വിപത്ത് എത്രമാത്രം മൂർധന്യാവസ്ഥയിൽ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. 2009 മുതൽ 2014-15 വരെയുള്ള വർഷത്തിന്റെ കണക്ക് ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും. ഇത്രയ്ക്കും പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാലും ശരി, എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഈ ജിഹാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലപ്പോഴും ഈ ക്രിസ്ത്യാനികള് അവരുടെ ആശയങ്ങൾ പോലും മറന്ന് പ്രവർത്തിക്കേണ്ടി വരുന്നു. അവരുടെ നിലപാടുകൾ മറക്കേണ്ടി വരുന്നു. അവരുടെ മതമനുസരിച്ച് അവരുടെ മതം അവർക്ക് ഫോളോ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു കോളേജില് കുറച്ച് കുട്ടികൾ ഫാൻസി ഡ്രസ്സ് കളിച്ചു, മൈം കളിച്ചു. അതില് ഒരു കുട്ടി മൈമില് ഒരു പെൺകുട്ടി പർദ്ദ ധരിച്ചു. അപ്പോഴേക്ക് കുറെ മുസ്ലിം സംഘടനകളുടെ എല്ലാം കൂടി ആൾക്കാർ വന്നിട്ട് അച്ഛനെ, നിർമ്മല കോളേജിലെ നമസ്കാരം കണ്ടല്ലോ നമ്മള്,
അയാളെ പിടിച്ചങ്ങ് ഒലച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇനിമേൽ അത് ഉണ്ടാകത്തില്ല എന്ന്. അങ്ങനെയുണ്ടോ? പർദ്ദയിട്ട് എത്രയോ സിനിമകളുണ്ട് എല്ലാ മതത്തെയും വിമർശിക്കാൻ. അതൊക്കെ നമ്മൾ ആസ്വദിക്കാറേ ഉള്ളൂ. നമ്മൾ അതിലേക്ക് മതം റിയലായിട്ട് കൊണ്ടുവരാറില്ല. അത് ജസ്റ്റ് ഒരു ആസ്വാദനം. ധൈര്യം ഉണ്ടെങ്കിൽ ഡിബേറ്റിന് പോകണമെന്ന്. ആരെടുത്ത്? നിന്റെ തന്തയുടെ അടുത്തോ? നിന്റെ തന്ത വന്നിപ്പോണ്ടോ ഡിബേറ്റിന്? എടാ മമ്മതെണ്ണം തന്നെ ഒരു സൈക്കോയാ. പിന്നെ ആരാ സൈക്കോ അല്ലാത്ത? മമ്മദണ്ണന്റെ സൈക്കോ മതം പിൻപറ്റുന്ന നിന്നിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്നെ സംസ്കാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനിയും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞില്ലേ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം, SFI, MSF, സ്റ്റുഡൻസ് ഫെഡറേഷൻ, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. നമ്മൾ വിചാരിച്ച SFI മറ്റതല്ലേ? അല്ല, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഈ രണ്ടിൻ്റെയും നേതൃത്വത്തിലായിരുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പള് ഫാദർ ജസ്റ്റിനാണോ കെവിനാണോ കുര്യാക്കോസിനെ തടഞ്ഞു വെച്ചത്. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പരസ്യമായിട്ടൊരു പിന്തുണയാണത്. കാരണം മാധ്യമങ്ങൾ മറച്ചു വെച്ചു. അടുപ്പുകൂട്ടി ചാനലുകൾ ആ വാർത്ത ചർച്ചയാക്കിയില്ല. അവിടെ തീവ്രവാദി ആശയം, അവരുടെ മതം വികാരപ്പെട്ടു പോകത്തില്ലേ? അതിനു മുമ്പാണ് പൂഞ്ഞാറ് സഹവൈദികനെ പള്ളി മുറ്റത്ത് കയറി കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ആ സമയത്ത് മാധ്യമങ്ങളും ഇണ്ടിയോ, ചാനലുകളും ഇണ്ടിയോ? നവോത്ഥാനം, പുരോഗമനം എന്നൊക്കെ പറയുന്ന നവോത്ഥാന നാറികളൊക്കെ വായിൽ പഴം തിരുപ്പിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ? ഈ ലവ് ജിഹാദിന്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും കൃത്യമായിട്ടുള്ള ഡേറ്റ പാലാ ബിഷപ്പിന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? പാലാ ബിഷപ്പിന്റെ നാവരിയാനും തലയെരിയാനും അദ്ദേഹത്തിന്റെ ഹൗസിലേക്ക്, വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ മാർച്ച് നടത്തി. മാധ്യമങ്ങൾ ഇവിടെ പോയിരുന്നു? പ്രതികരിച്ചോ? ചാനലുകാരെവിടെ പോയിരുന്നു? മിണ്ടുന്നതിന് മുമ്പ് കവിത എഴുതിയും കഥ എഴുതിയും ആർട്ടിക്കിളുകൾ എഴുതിയും ഒക്കെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്, സെലിബ്രിറ്റി രംഗത്തുള്ള ആളുകളുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റുപിടിക്കുന്നത്. അവരാരെങ്കിലും വേണ്ടിയോ? ഇതൊക്കെ ചങ്ങലകൾ പോലെ തുടർച്ചയാണ്. കേരളം എത്രമാത്രം അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്നും ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയും ഭീകരവാദത്തിന് പണം നൽകുകയും ഭീകരവാദത്തെ എതിർക്കാതെ ഭീകരവാദ ആശയങ്ങളെയും ഭീകരവാദികളെയും കണ്ട് ഭയപ്പെട്ട് പിന്മാറി നിന്ന് അവരെ വളർത്തുകയും ചെയ്യുന്നത് ആരാണ് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാനും, ഇത്തരം ഭീകരവാദ ആശയങ്ങളെ ജനാധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റമായി കണ്ട് എത്ര പേര് ഇതിനെ എതിർക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുമുള്ള അവസരമാണ്. പള്ളിയല്ല പള്ളിക്കുടമാണ് പണിയേണ്ടതെന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച ആളുകളുടെ കണ്ണിന്റെ വെട്ടത്താണ് നമസ്കരിക്കാൻ ഞങ്ങൾക്കൊരു റൂം ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ വേണമെന്ന് ആ സ്ഥാപനത്തിന്റെ 50 മീറ്ററിന് അകലെ നമസ്കരിക്കാൻ മുസ്ലിം പള്ളി ഉണ്ടായിട്ടും മുസ്ലിം പെൺകുട്ടികൾ ആവശ്യപ്പെട്ടത്. ആരെങ്കിലും പ്രതികരിച്ചോ? പ്രിൻസിപ്പലിനെ തടഞ്ഞു വെക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അന്ന് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ എടുത്തതുപോലെ ഒരു തീരുമാനം എടുക്കാതെ എന്തായാലും മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ തലയുണ്ട്. ഇതാണ് ഭീകരവാദം, ഇതാണ് തീവ്രവാദം, ഇതാണ് ചൈന പറഞ്ഞ മാനസിക രോഗം. ഇത്തരക്കാരോടാണ് ഓസ്ട്രേലിയ പറഞ്ഞത് വിട്ടുപോയിക്കോളാൻ. ഇത്തരക്കാരാണ് ബംഗ്ലാദേശിൽ ഇതൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് ഹിന്ദുക്കളോട്. 6ാമത്തെ 7ാമത്തെ നിലയുടെ മുകളിൽ നിന്ന് ഹിന്ദു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും താഴേക്ക് ചാടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഭയന്നിട്ടാണ്. തൊടുപുഴയിലെ ഒരു കോളേജില് നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത് നബിനിന്ദയും മതനിന്ദയും ആരോപിച്ചിട്ടായിരുന്നു. എത്ര പേര്? ഭരണകൂടം, മാധ്യമങ്ങള്, സഭ, രാഷ്ട്രീയക്കാര്, ചാനലുകാര്. അന്ന് അവരൊക്കെ മൗനികളായിരുന്നപ്പോൾ ഇവരങ്ങ് വളർന്നു ആകാശത്തോളം. ഇന്ന്
ഇസ്ലാമിക ഭീകരവാദത്തിനു മേൽ ഒരു പുൽക്കൊടി പോലും അനങ്ങാത്ത രൂപത്തിലാണ് ഇന്നത് വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തെ ഭീകരവാദം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ ഇസ്ലാമിക ഭീകരർക്കൊപ്പമാണ്, ഭരണകൂടം അവർക്കൊപ്പമാണ്. സാംസ്കാരിക നാറികൾ, എഴുത്തുകാര്, കവിത എഴുതി പ്രതിഷേധിക്കുന്ന ആളുകൾ, നവോത്ഥാന പുരോഗമന ചിന്താഗതിക്കാര്, അന്തിച്ചർച്ച, ചാനൽ ചർച്ച തൊഴിലാളികൾ ഒക്കെ അവരുടെ കൂടെയാണ്. സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന, മതം നോക്കി തുണി പൊക്കിയവന്റെ മതം നോക്കി മനുഷ്യൻ ജീവിക്കണോ കൊല്ലപ്പെടണോ എന്ന് ചിന്തിക്കുന്ന ആഗോള ഭീകരവാദത്തിന് ഇരകളായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഇസ്ലാമിക ഭീകരർ ഇപ്പോൾ പരസ്യമായി തെരുവിലിറങ്ങി ഭീകരവാദികൾക്കു വേണ്ടി സംസാരിക്കുന്നു, മുദ്രാവാക്യം മുഴക്കുന്നു, ജാഥകൾ നടത്തുന്നു. അത്തരം രാഷ്ട്രീയ പാർട്ടികൾ അവരെ അനുനയിക്കുന്ന, അവരെ പിന്തുടരുന്ന, അവരെ പിന്തുണയ്ക്കുന്ന ഭരണകൂടം മാധ്യമങ്ങളുമൊക്കെ ഈ നാട്ടിലുണ്ടെന്നറിയുമ്പോൾ ഭയം തോന്നുന്നു. 4000 കിലോമീറ്ററിനകലെ ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയുടെ തല ഇസ്രായേൽ എടുത്തപ്പോൾ ഇവിടെ വയനാട് ഒരു നൊമ്പരമായി നിൽക്കുന്ന സമയത്ത് ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് അയാൾ ചത്ത ഹൂറികളുടെ മുമ്പിൽ എത്തിയപ്പോൾ അയാൾക്ക് അനുശോചനം രേഖപ്പെടുത്തി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇസ്രായേലിനെതിരെ മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയ ആളുകൾ ഈ നാട്ടിലുണ്ടെന്നറിയണം. നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ എന്താ അനുഭവിച്ചത്? എന്തായിരുന്നാലും പാലാ ബിഷപ്പും വേറെ ആരായിരുന്നു, മറ്റേ ആന്റണി അച്ഛൻ, ജോൺസൺ അച്ഛൻ, ഇവരൊക്കെ അനുഭവിച്ച പ്രയാസം, അനിലയ്യപ്പൻ, അനിൽ കൊടിത്തോട്ടം, ഇവരൊക്കെ കേൾക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അനുഭവിക്കുന്നത്. അതൊന്നും ഇനി അങ്ങോട്ട് അധികം ആളുകൾ അനുഭവിക്കേണ്ടി വരില്ല. ഒന്നും അല്ലെങ്കിൽ ഈ അനുഭവസ്ഥരായ ആളുകളെങ്കിലും അവരുടെ കൂടെ നിൽക്കും. മതനിന്ദ ആരോപിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ മതഗ്രന്ഥപ്രകാരം ഈ ജനാധിപത്യ രാജ്യത്ത് പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞു വലത് കൈയും ഇടത് കാലും വെട്ടിയെറിഞ്ഞ ഈ രാജ്യത്ത് നമസ്കരിക്കാൻ ഇന്ന ദിവസം വരെ ഞങ്ങൾ സമയം തരും, അതിനോടകം ഒരു ഉത്തരം ലഭിച്ചിരിക്കണം എന്ന ഒരു ഭീഷണി കത്ത്, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ്. അത്ഭുതമൊന്നുമില്ല. ആ വൈദികൻ നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ആലോചിക്കണം. അതൊക്കെ വലിയ ഒരു വിപത്തിലേക്കാണ് നമ്മുടെ നാടിന്റെ ജനാധിപത്യം പോകുന്നത്. നിശബ്ദരായി സഹിഷ്ണുതയോടുകൂടി സൈലന്റായി ഇനിയും ഇവരെത്രത്തോളം പോകുന്നു എന്ന് നോക്കിയിരിക്കുന്ന ആളുകളായി മാറുവാണോ നമ്മൾ? സഹിഷ്ണുതയും പൗരസ്വാതന്ത്ര്യവും പറഞ്ഞിരുന്ന യൂറോപ്പിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യമെന്നറിയപ്പെടുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? അവിടെ ചെയ്തു കൂട്ടുന്ന അതേ പരീക്ഷണങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലും. ആദ്യം നിർമ്മല കോളേജ്, പിന്നീട് എല്ലാ സ്കൂളുകളും, പിന്നീട് എല്ലാ കോളേജുകളും, പിന്നീട് വെള്ളിയാഴ്ച ദിവസം എന്താ നിങ്ങൾക്ക് അവധി തന്നാല് ഞങ്ങൾക്ക് എന്താ അപ്പിക്കുപ്പായം ഇട്ടാല്, ഞങ്ങൾക്ക് എന്താ ഹിജാബ് ഇട്ടാല്, ഇവിടെ എന്താ ഉറക്ക ബാങ്ക് വിളിച്ചാല് പുറത്തുള്ളവർക്ക് ഇവിടെ നമസ്കരിച്ചാൽ എന്താ കുഴപ്പം? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യൂറോപ്പ് ഒന്നും ഇപ്പോൾ ഇവരെ തലപൊക്കാൻ അനുവദിക്കാത്തത്. മറ്റുള്ളവരുടെ സഹിഷ്ണുത ഇവര് ചൂഷണം ചെയ്യുവാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കൊരു ബോധം വെക്കാനാണ്. ഇനിയും ഈ മുസ്ലിം തീവ്രവാദത്തിനു മുമ്പിൽ, തീവ്രവാദികൾക്ക് മുമ്പിൽ നട്ടെല്ലു വളച്ച് നിൽക്കാനാണ് ഭാവമെങ്കിൽ ഇനി വരുന്ന തലമുറയുടെ അവസ്ഥ എന്താണെന്നും നമ്മുടെ നാടിന്റെ ജനാധിപത്യം എങ്ങനെ ആയിത്തീരുമെന്നും പറയാൻ വയ്യ. അതുകൊണ്ട് പ്രതികരിക്കേണ്ടുന്ന സമയത്ത് ശക്തമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും പ്രതികരിച്ചിട്ടും കാര്യമില്ലാതാവും. നമ്മള് പറയേണ്ടുന്ന കാര്യങ്ങൾ ശക്തമായി പറയണം. പ്രതികരണങ്ങൾ ഉണ്ടാകും, തെറിവിളികളും ഭീഷണികളും ഒരുപക്ഷെ അതിൻ്റെ ഇരയായി മാറിയെന്നും വരാം.
അതുകൊണ്ടാണ് പറഞ്ഞത്, സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന് തല പോയപ്പോൾ ഫ്രാൻസിൽ സ്വാതന്ത്ര്യം കിട്ടി. ജോസഫ് മാഷിന്റെ കയ്യും കാലും പോയപ്പോൾ കേരളം കുറച്ചുകൂടി ശക്തരായി. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് ജനാധിപത്യ രാജ്യത്ത് നിൽക്കുന്ന ആളുകളോട് കൃത്യമായി നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ ആശയവും നിലപാടും പറയാൻ സമയമായിരിക്കുന്നു. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. നന്ദി. ഇത് ബോധവൽക്കരണം നടത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എനിക്കറിയുന്ന വസ്തുതകൾ, എൻ്റെ ബോധത്തിൽ എനിക്ക് തിരിഞ്ഞ വസ്തുതകൾ, കാരണം ഞാൻ ജനിച്ചതും ഈ മതത്തിലാണ്, പഠിച്ചതും വളർന്നതും പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും ഒക്കെ ഈ മതമായതുകൊണ്ടാണ് ഇത്തരം വസ്തുതകൾ എനിക്ക് നിങ്ങളോട് ഷാർപ്പായിട്ട് പറയാൻ കഴിയുന്നത്. നന്ദി.